ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും, അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ ലെവൽസ് യൂട്യൂബിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല, അതേപോലെ തന്നെ ടെലിഗ്രാമിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വാച്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തു, പക്ഷേ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ലെവൽസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്, അതേപോലെ തന്നെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. മോസ്റ്റ്ലി ലെവൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ടെലിഗ്രാമിലായിരിക്കും മോസ്റ്റ്ലി ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നലത്തേക്ക് നമ്മൾ നോക്കി വെച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഞാൻ ലെവൽസിൻ്റെ ലോജിക്കും കാര്യങ്ങളൊന്നും പറയാം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുകളാണ് ഈ രണ്ട് ഗ്രീൻ ലൈൻസ്. അതേപോലെ 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പുകളായിരുന്നു ഈ രണ്ട് ലെവൽസ്. അതിൻ്റെ മുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇന്ന് എന്താണ് മാർക്കറ്റ് നടന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടി. ആ ഒരു പുഷിൻ്റെ ഒരു കാരണം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ ആയിരിക്കും എയിം ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് അതിന് മുകളിൽ തന്നെ ഓപ്പൺ ചെയ്തു. തിരിച്ചെന്ത് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് വന്നു. 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഡൗൺ സൈഡിൽ തന്നെ മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കാനായിട്ട് പറ്റി. അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അതേപോലെ ഈ ഒരു ലെവലും കൂടി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഒരു എൻട്രി അപ്സൈഡിലോട്ട് പ്രിഫർ ചെയ്തത്. ആ ഒരു ടാർഗറ്റാണ് ഞാൻ വെച്ചത്. ഇന്നത്തെ ഡേയ്സ് ഹൈ തന്നെ ആയിരുന്നു. കാരണം നമ്മളൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഡേയ്സ് ഹൈ തന്നെ ആയിരിക്കും ഞാൻ മോസ്റ്റ്ലി വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ട് അപ്സൈഡിലോട്ട് എടുക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ എടുത്തതിൻ്റെ കോസ്റ്റിനും താഴെ മാർക്കറ്റ് വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ കൃത്യം സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് ഇന്ന് കൊടുക്കാം, ഫർദർ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യട്ടെ. അതേപോലെ നമ്മൾ ഇന്നത്തെ എക്സ്പയറി എടുക്കത്തില്ല. നമ്മളിപ്പോൾ എക്സ്പയറി ഡേയ്സിൽ നമ്മൾ മാക്സിമം ചെയ്യുന്നത് നെക്സ്റ്റ് എക്സ്പയറി ആയിട്ടുള്ള അടുത്ത എക്സ്പയറിയിലുള്ള സ്ട്രൈക്കുകളായിരിക്കും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ നടന്നത്. എക്സാക്റ്റ് നമ്മുടെ ലെവൽസിലെല്ലാം തന്നെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്നത്, മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിലോട്ടും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഈ ലെവൽസുകളാണ്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്ന ലെവൽ 22,556. അതേപോലെ ഡൗൺ സൈഡിലോട്ട് ഫസ്റ്റായിട്ട് നോക്കുന്നത് 22,490. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴെ ഓപ്പൺ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ താഴോട്ട് വന്ന് സസ്റ്റെയിൻ ചെയ്യാനോ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെവലാണ് 22,452. അതിന് താഴെ 22,362 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റിന് അപ്സൈഡിലോട്ട് ഒരു എൻട്രി കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് പോകും. നല്ല രീതിയിലല്ല, മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല, മാർക്കറ്റ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യുകയാണെങ്കിൽ 22,362 എന്ന് പറയുന്ന ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ ക്യാൻഡിൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇനി മാർക്കറ്റ് അപ്സൈഡിലോട്ട് ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഫർദർ അപ്സൈഡിലോട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് മാർക്കറ്റിന് പോകുന്നതെങ്കിൽ മാർക്കറ്റ് 22,624 എന്ന് പറഞ്ഞ ലെവലിലോട്ടും ആ ഒരു ലെവലിനെ മാർക്കറ്റിന് പാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ എത്തുന്നതായിട്ട് കാണുന്നത് 22,669 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിനെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഗ്യാപ്പ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലോട്ടും കൂടി മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമ്മൾ നാളെ മാർക്കറ്റിൽ നോക്കുന്ന ലെവൽസ്. വളരെ സിമ്പിളാണ്, ലോജിക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൻ്റെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈമില്ലാത്ത സമയം നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.